ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നോക്കുന്നത് 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ. വിശ്വനാഥ് സിൻഹ. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണൻ. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നതെന്ന്? ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ? സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ. ആൻസർ ഓപ്ഷൻ ബി, മാർത്താണ്ഡവർമ്മ. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. കഥകളി. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടൻതുള്ളൽ, കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി, കുമാരനാശാൻ, കൃഷ്ണഗാഥ, ചെറുശ്ശേരി. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി, കുമാരനാശാൻ, കൃഷ്ണഗാഥ, ചെറുശ്ശേരി. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ആൻസർ ഓപ്ഷൻ എ. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തമോസിന്റെ ജന്മസ്ഥലം എവിടെ? ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തമോസിന്റെ ജന്മസ്ഥലം എവിടെ? ആലപ്പുഴ. ഓപ്ഷൻ ബി, ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. ഓപ്ഷൻ ഡി, ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? മോഹൻലാൽ. ഓപ്ഷൻ ബി, മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിയിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ സി, VT ഭട്ടതിരിപ്പാട്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം? ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം? ഓപ്ഷൻ എ, താജിക്കിസ്ഥാൻ. ഓപ്ഷൻ എ, താജിക്കിസ്ഥാൻ. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം? ഷിപ്കില. ഓപ്ഷൻ ബി, ഷിപ്കില. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല? സുന്ദർഗഡ്. ഓപ്ഷൻ എ, സുന്ദർഗഡ്. ദേശീയ ജലപാത NW3 കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം? ദേശീയ ജലപാത NW3 കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം? കേരളം. ഓപ്ഷൻ സി, കേരളം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? രാജസ്ഥാൻ. ഓപ്ഷൻ ഡി, രാജസ്ഥാൻ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്തുടരുന്ന നദികളുടെ എണ്ണം? മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം? 146. ഓപ്ഷൻ എ, 146. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം? ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം? സുലഭ് സമാചാർ. ഓപ്ഷൻ സി, സുലഭ് സമാചാർ. താഴെ തന്നിരിക്കുന്ന റാബി വിള അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്ന റാബി വിള അല്ലാത്തത് ഏത്? പരുത്തി. ഓപ്ഷൻ സി, പരുത്തി. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? DK കാർവേ. ഓപ്ഷൻ സി, DK കാർവേ. DK കാർവേ. സ്വതന്ത്ര സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു?
സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? അബനീന്ദ്രനാഥ ടാഗോർ. അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം 1878. ഓപ്ഷൻ ബി 1878. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? 1951 ടു 1952. ഓപ്ഷൻ എ 1951 ടു 1952. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന്? ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24. 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 51A വകുപ്പിൽ. ഓപ്ഷൻ എ 51A വകുപ്പിൽ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ എ 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. ഓപ്ഷൻ എ. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 16-ാം വകുപ്പ്. ഓപ്ഷൻ ബി 16-ാം വകുപ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. വേമ്പനാട്ട് കായൽ. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. ഓപ്ഷൻ ബി പമ്പ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. ഓപ്ഷൻ എ പെരിയാർ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. ഓപ്ഷൻ എ മംഗളവനം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. കേരള കായിക ദിനം. കേരള കായിക ദിനം. ഓപ്ഷൻ എ ഒക്ടോബർ 13. ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഓപ്ഷൻ സി പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. ഓപ്ഷൻ എ സൈലന്റ് വാലി. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ. ഓപ്ഷൻ ഡി വി വിശ്വനാഥൻ. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. ഓപ്ഷൻ ബി 1865. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? നെടുങ്ങാടി ബാങ്ക്. ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക്. താഴെ പറഞ്ഞതിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏത്? താഴെ പറഞ്ഞതിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏത്? 1936 ഇലക്ട്രിസിറ്റി സമരം. 1936 ഇലക്ട്രിസിറ്റി സംഭവം. ഓപ്ഷൻ ഡി. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആര്? 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആര്? കെ കേളപ്പൻ. ഓപ്ഷൻ ബി കെ കേളപ്പൻ. ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? വടകര.
1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശൻ. ഓപ്ഷൻ എ ടി പ്രകാശൻ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു. ഓപ്ഷൻ സി. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? കുമാരഗുരുദേവൻ. ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? വില്യം കീലിംഗ്. ഓപ്ഷൻ സി. വില്യം കീലിംഗ്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. IUCN. ഓപ്ഷൻ ഡി. IUCN. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? വിറ്റാമിൻ സി. ഓപ്ഷൻ സി. വിറ്റാമിൻ സി. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? വിജാഗിരി സന്ധി. ഓപ്ഷൻ എ. വിജാഗിരി സന്ധി. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? കണ്ണൂർ. ഓപ്ഷൻ ബി. കണ്ണൂർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? താഴെ കൊടുത്തിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? കോളറ, ടൈഫോയിഡ്. ഓപ്ഷൻ ഡി. കോളറ, ടൈഫോയിഡ്. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. മനുഷ്യന്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ചെഴുതുക. മനുഷ്യന്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. മുകളിൽ കൊടുത്തവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി. മുകളിൽ കൊടുത്തവ എല്ലാം. പുല്ല്, മാൻ, കടുവ, കഴുകൻ. ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആര്? പുല്ല്, മാൻ, കടുവ, കഴുകൻ. ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആര്? കഴുകൻ. ഓപ്ഷൻ സി. കഴുകൻ. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായി കാണുന്നു. ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? പാർശ്വിക വിപര്യം. ഓപ്ഷൻ സി. പാർശ്വിക വിപര്യം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ. ഓപ്ഷൻ ബി. ജൂൾ. വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം ഡാഷ് ആണ്. വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം ഡാഷ് ആണ്. വൈദ്യോർജം, യാന്ത്രികോർജം. ഓപ്ഷൻ ബി. വൈദ്യോർജം,
യാന്ത്രികോർജം. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉൽപ്പതനം. ഓപ്ഷൻ ഡി ഉൽപ്പതനം. താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഏതാണ്? താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഓപ്ഷൻ ബി ഹൈഡ്രജൻ. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണ്? പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. ഓപ്ഷൻ എ ഐസോപ്രീൻ. താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത്? താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത്? ചെമ്മീൻ. ഓപ്ഷൻ എ ചെമ്മീൻ. ലോകത്തിലെ ആദ്യ ആർജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. ലോകത്തിലെ ആദ്യത്തെ ആർജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. ഓപ്ഷൻ സി ചൈന. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് വിസരണം. ഓപ്ഷൻ ബി വിസരണം. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി അനേർട്ട്. ഓപ്ഷൻ സി അനേർട്ട്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? വില്ലോ മരം. ഓപ്ഷൻ എ വില്ലോ മരം. കേരളഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. കേരളഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പൻ. ഓപ്ഷൻ ബി കെ കേളപ്പൻ. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഓപ്ഷൻ സി കേരളം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം മഞ്ഞപ്പിത്തം. ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. ഓപ്ഷൻ ബി ഗോവ. ബാരാലാചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ബാരാലാചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ സി മേഘാലയ. ഓപ്ഷൻ സി മേഘാലയ. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി മേഘാലയ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1931. ഓപ്ഷൻ സി 1931. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? യങ് ഇന്ത്യ. ഓപ്ഷൻ എ യങ് ഇന്ത്യ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14. ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബൊണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബൊണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരി ആയത്? 1804. ഓപ്ഷൻ ബി 1804. കാർഡമൻ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഡമൻ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം. ഓപ്ഷൻ എ കേരളം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം. ഓപ്ഷൻ എ സിക്കിം. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു.
സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആര്? മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? കെയ്ബുൾ ലംജാവോ. ഓപ്ഷൻ എ കെയ്ബുൾ ലംജാവോ. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്രാവിഡ ശൈലി. ഓപ്ഷൻ സി ദ്രാവിഡ ശൈലി. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണത്തെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണത്തെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? ക്ലോഡിയ ഗോൾഡിൻ. ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിൻ. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഓപ്ഷൻ സി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത്? ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത്? ബൃഹദീശ്വര ക്ഷേത്രം. ബൃഹദീശ്വര ക്ഷേത്രം. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത്? ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത്? കുടുംബശ്രീ. ഓപ്ഷൻ ബി കുടുംബശ്രീ. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആരാണ്? 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആരാണ്? സുഗതകുമാരി. ഓപ്ഷൻ സി സുഗതകുമാരി. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? അനുച്ഛേദം 226. ഓപ്ഷൻ എ അനുച്ഛേദം 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? അനുച്ഛേദം 14. ഓപ്ഷൻ ബി അനുച്ഛേദം 14. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. മാൻഡമസ്. ഓപ്ഷൻ സി മാൻഡമസ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഓപ്ഷൻ എ സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 51A. അനുച്ഛേദം 51A. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ഓപ്ഷൻ ബി ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ഇല്ല. കമ്മീഷനിൽ പൂർണ്ണസമയ സ്ഥിര ചെയർപേഴ്സണായി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ചുമതലയേറ്റിട്ടുണ്ട്. അപ്പോൾ അതിന് ആൻസർ ഇല്ല. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്?
രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? വിശ്വഭാരതി. ഓപ്ഷൻ ബി വിശ്വഭാരതി. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. ഓപ്ഷൻ സി ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. ഓപ്ഷൻ ഡി വേമ്പനാട് കായൽ. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത പി.ടി. ഉഷ. ഓപ്ഷൻ ബി പി.ടി. ഉഷ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? മുതിരപ്പുഴ. ഓപ്ഷൻ എ മുതിരപ്പുഴ. നീലവിപ്ലവം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. ഓപ്ഷൻ ബി മത്സ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. ഓപ്ഷൻ സി എ കെ ഗോപാലൻ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം വിഴിഞ്ഞം. ഓപ്ഷൻ ഡി വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ഓപ്ഷൻ എ കുമ്പളങ്ങി. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം. കാവിയും കമണ്ഡലവുമില്ലാതെ സന്യാസി എന്നറിയപ്പെട്ടത് ആര്? ചട്ടമ്പിസ്വാമികൾ. ഓപ്ഷൻ സി ചട്ടമ്പിസ്വാമികൾ. 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി. 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി മിഥുൻ ചക്രവർത്തി. ഓപ്ഷൻ എ മിഥുൻ ചക്രവർത്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപം. ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി INS അരിഗാദ്. ഓപ്ഷൻ സി INS അരിഗാദ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ രണ്ടാമത്തെ BT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അതുപോലെ 4ാമത്തെ പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ആൻസർ എന്ത്? ഓപ്ഷൻ ബി 2ഉം 4ഉം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ? അരുവിപ്പുറം ക്ഷേത്രം. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം. പയ്യന്നൂർ. ഓപ്ഷൻ എ പയ്യന്നൂർ. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടുന്ന ആദ്യ താരം മനു ഭാക്കർ. ഓപ്ഷൻ ബി മനു ഭാക്കർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സസ്യവിഭാഗത്തിൽപ്പെടുന്നതാണ് റിക്സിയ? ബ്രയോഫൈറ്റ. ഓപ്ഷൻ ഡി ബ്രയോഫൈറ്റ. മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? 270 മുതൽ 280 ദിവസം. തന്മാത്രാ തലത്തിൽ ജീവിക്കുന്ന
തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? DNA ബാർകോഡിംഗ്. ഓപ്ഷൻ എ DNA ബാർകോഡിംഗ്. താഴെ പറഞ്ഞതിൽ ഏത് ഹോർമോൺ ആണ് കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? താഴെ പറഞ്ഞതിൽ ഏത് ഹോർമോൺ ആണ് കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? മെലാറ്റോണിൻ. ഓപ്ഷൻ ഡി മെലാറ്റോണിൻ. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? അനുയാത്ര. ഓപ്ഷൻ സി അനുയാത്ര. താഴെ തന്നിരിക്കുന്നതിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏത്? ഭീമ. ഓപ്ഷൻ എ ഭീമ. അസ്ഥികളുടെയും ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ഓപ്ഷൻ സി. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഓപ്ഷൻ സി. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏത്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏത്? ഓപ്ഷൻ സി ജലം. ഓപ്ഷൻ സി ജലം. 6 kg മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തേക്കും അവിടെ നിന്നും ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത്? 6 kg മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത്? എല്ലായിടത്തും 6 kg. ഓപ്ഷൻ ഡി എല്ലായിടത്തും 6 kg. താഴെ തന്നിരിക്കുന്നതിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ജൂൾ പെർ സെക്കൻഡ്. ഓപ്ഷൻ സി ജൂൾ പെർ സെക്കൻഡ്. താങ്ക് യു.